ഈ ട്രാഫിക് ഉണ്ടാക്കുന്നതിന് നമ്മളും ഒരു കാരണക്കാരാണ്. അതിൻ്റെ നേർക്കാഴ്ച ആണ് നിങ്ങൾ ഈ കാണുന്നത്. ഇന്ന് സ്കൂളുകളിൽ പ്രവേശനോത്സവമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ സ്കൂളുകളും ഇന്ന് തുറന്നു പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ നിരത്തുകളിലെ തിരക്കിലേക്കാണ് നമ്മൾ ഇന്ന് ഇറങ്ങിയിരിക്കുന്നത്. അതിനു മുമ്പ് ഇന്ന് സ്കൂൾ പഠനത്തിന് തുടക്കമിടുന്ന എല്ലാ കുരുന്നുകൾക്കും എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. ഇത് ഓഫീസ് ടൈമാണ്, അതോടൊപ്പം തന്നെ സ്കൂള് തുറക്കുന്നതിൻ്റെ തിരക്കും. ഇത് കുണ്ടന്നൂരിൽ നിന്നും തേവരയിലേക്ക് വരുമ്പോഴുള്ള സിഗ്നൽ ജംഗ്ഷനാണ് നമ്മൾ ഈ കാണുന്നത്. അവിടുത്തെ വാഹനങ്ങളുടെ തിരക്കും ബ്ലോക്കുകളുമാണ് നമുക്ക് ഈ കാണാൻ കഴിയുന്നത്. ഓഫീസിൽ പോകുന്നവർക്ക് 10 മണിക്ക് മുന്നേ ഓഫീസിലെത്തണം. എല്ലാ എന്നുണ്ടെങ്കിൽ ശമ്പളത്തിൻ്റെ പകുതി പോകുന്നവരും മുഴുവൻ പോകുന്നവരൊക്കെ ഉണ്ട്, ലീവ് രേഖപ്പെടുത്തേണ്ടവരൊക്കെ ഉണ്ട്. അപ്പോൾ അതാണ് അവസ്ഥ. സ്കൂളിൽ പോകുന്നവർക്കും കറക്റ്റ് സമയത്ത് എത്തണം. സ്കൂൾ ബസ്സിനും അതുപോലെ തന്നെയുള്ള കാര്യങ്ങളും കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യമാണ്. അപ്പോൾ ഇത് രണ്ടും ഒരുപോലെ കൊണ്ടുപോകണം. അപ്പോൾ നമ്മുടെ നിരത്തുകളിൽ വാഹന ഗതാഗതം ഏത് രീതിയിൽ നിയന്ത്രിക്കണമെന്ന് മുൻകൂട്ടി ഒരു ധാരണ നമ്മുടെ ട്രാഫിക്കിന് വേണം. ഈ ട്രാഫിക് പോലീസ് ഉണ്ട്, നിയന്ത്രിക്കുന്നുണ്ട്. എന്നാലും ഈ തേവരയിൽ നിന്നും കുണ്ടന്നൂരിലേക്ക് പോകുന്ന ഭാഗത്തെ ട്രാഫിക്കാണ് ഞാൻ ഈ കാണിക്കുന്നത്. ഇതിൽ എല്ലാവരും പെടാം. രോഗികളുമായിട്ട് വരുന്ന ആംബുലൻസ് വരെയും ഇതിൽ പെടാം. അപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് വളരെയധികം ഗൗരവത്തിലെടുക്കേണ്ടിയിരിക്കുന്നു. ഇതിൻ്റെ ഈ പോരായ്മ പരിഹരിക്കണമെന്നാണ് ഇതിൻ്റെ അധികാരികളോട് എനിക്ക് പറയാനുള്ളത്. ആദ്യ ദിവസത്തെ കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. കണ്ടോ, ഇത് കുണ്ടന്നൂർ ജംഗ്ഷനിൽ വരെയും കുണ്ടന്നൂർ ജംഗ്ഷനിൽ നിന്ന് ഏതാണ്ട് നെട്ടൂർ ഭാഗത്തേക്ക് വരെയും ഈ ട്രാഫിക് നീണ്ട് പോയിട്ടുണ്ട്. ഇതിപ്പോൾ ഈ ട്രാഫിക് ഉണ്ടാകാനുള്ളൊരു കാരണം ഞാൻ ഈ കാണിക്കാം. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ കാണുക. ഈ ട്രാഫിക് ഉണ്ടാക്കുന്നതിന് നമ്മളും ഒരു കാരണക്കാരാണ്. അതിൻ്റെ നേർക്കാഴ്ച ആണ് നിങ്ങൾ ഈ കാണുന്നത്. അതായത് ഞാനിപ്പോൾ വളരെയധികം ഒതുക്കിയാണ് വണ്ടി ഇട്ടിരിക്കുന്നത്. ഞാൻ ഈ തേവര സിഗ്നലിൽ തന്നെ കിടക്കുകയാണ്. എൻ്റെ റൈറ്റ് സൈഡിലെ കാഴ്ചയാണ് ഞാൻ ഈ കാണിക്കുന്നത്. ഇനിയുള്ള കാഴ്ചകൾ ദയവ് ചെയ്ത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇത്രയും ട്രാഫിക്കിനിടയിൽ അവരുടേതായ ഭാഗത്ത് വളരെ ക്ഷമയോടുകൂടി ചിലർ നിൽക്കുമ്പോൾ ഇവരെ എല്ലാം മണ്ടന്മാരാക്കിക്കൊണ്ട് പോകുന്നവരെയാണ് നമ്മൾ ഈ കാണുന്നത്. അവിടെ നിന്നും വണ്ടി വരേണ്ട ഭാഗമാണ് ഈ 2 വീലറുകളും ഓട്ടോറിക്ഷകളും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കണ്ടോ, ഒരു ഓട്ടോറിക്ഷ എൻ്റെ റൈറ്റ് സൈഡ് കൊണ്ട് നിർത്തി. ശരിക്കും ഈ ട്രാക്കിൽ നിന്നും മാറി അപ്പുറത്തെ ട്രാക്കിലേക്ക് കയറിയാണ് ആ ഓട്ടോറിക്ഷ നിൽക്കുന്നത്. ഇതിൻ്റെ ഭവിഷ്യത്ത് എന്താണെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. നിങ്ങളിത് സ്കിപ്പ് ചെയ്യാതെ കാണുക. കണ്ടോ, ഓട്ടോറിക്ഷ അവിടെ നിർത്തിയിട്ടിരിക്കുന്നത് കൊണ്ട് എന്താ സംഭവിക്കുക എന്നുള്ളത് ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇവിടെ നിർത്താനുണ്ടായ കാരണം ആ സൈഡിലൂടെ ഏതോ വലിയ വാഹനം വരുന്നുണ്ട്. അത് കണ്ടുകൊണ്ടാണ് ഈ ഒതുക്കിയിരിക്കുന്നത്. നിങ്ങൾ ക്ഷമയോടുകൂടി കാണുക, സ്കിപ്പ് ചെയ്യരുത്. ഈ ട്രാഫിക് ഉണ്ടാകുന്നതിൻ്റെ ഒരു കാരണമാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത്. അതായത് നമ്മളും ഇതിന് ഉത്തരവാദിയാണെന്നുള്ള കാര്യം ആരും മറക്കരുത്. ഇപ്പോൾ ഈ ഓട്ടോറിക്ഷ ഒരാളെ കാരണം ആ ടാങ്കർ ലോറി അവിടെ നിർത്തിയിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ സൈഡിലുള്ള മൊത്തം ബ്ലോക്ക് ആയതുകൊണ്ട് തന്നെ ട്രാഫിക് പോലീസ് ഈ സൈഡിൽ നിന്നും വാഹനം വിടാനായിട്ട് തുനിഞ്ഞു. അതുകൊണ്ട് തന്നെ ആ സൈഡിലെയും ട്രാഫിക് ഒഴിവാക്കി കിട്ടി. അപ്പോൾ അതുമാത്രമല്ല, ഞാൻ വണ്ടി നിർത്തി കൊടുത്തത് കൊണ്ട് ആ ഓട്ടോറിക്ഷയ്ക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് ഒതുക്കി പോകാനായിട്ട് കഴിഞ്ഞു. എന്നുണ്ടെങ്കിൽ ട്രാഫിക് വീണ്ടും തുടർന്ന് പോയേനെ. എല്ലാവരും ഇതുപോലെയാണെന്ന് ഞാൻ പറയുന്നില്ല. നമ്മളിൽ ചിലർ ഇതുപോലെയാണ്. അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിൽ തീരേണ്ട ട്രാഫിക് വലിയ ട്രാഫിക്കാക്കി മാറ്റുന്ന സ്വഭാവമാണ്. കണ്ട, ട്രാഫിക് പോലീസ് വളരെയധികം ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം നമ്മളും കൂടി സഹകരിക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്കിത് പരിഹരിക്കാൻ കഴിയും. ഇതിൻ്റെ വേറൊരു ദൃശ്യം ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മുടെ കുണ്ടന്നൂർ ഭാഗത്തെ ഒരു ദൃശ്യം ഞാൻ കാണിക്കാം. അവിടെ ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ ഒരു ആംബുലൻസ് വന്നിട്ട് പെട്ടുപോയി. അപ്പോൾ അത് കടന്നു പോകാനുള്ള ബുദ്ധിമുട്ടുകൾ. ഇത് കുണ്ടന്നൂർ ഭാഗത്തെ തിരക്കാണ്. അതായത് നെട്ടൂരിൽ നിന്നും കുണ്ടന്നൂരിലേക്ക് വരുമ്പോഴുള്ള തിരക്കാണ് ഈ കാണുന്നത്. അപ്പോൾ ഏതാണ്ട് നെട്ടൂർ പള്ളി സ്റ്റോപ്പിൻ്റെ ആ ഭാഗം വരെയും ഈ ക്യൂ നീണ്ടിട്ടുണ്ട്, വണ്ടികളുടെ നിര. കണ്ടോ, ഞാൻ അതിൻ്റെ ബാക്ക് സൈഡ് കാണിച്ചു തരാം. കണ്ടോ, ഇതിങ്ങനെ അങ്ങോട്ട് കയറിപ്പോയേക്കാം. ഹൈവേയിലേക്ക് കയറിയിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് INTUC നെട്ടൂർ ഭാഗത്തേക്ക് ഇതിൻ്റെ നിര പോയേക്കുന്നത്.
കണ്ടോ, ആംബുലൻസിൻ്റെ ശബ്ദമാണ് നമ്മൾ കേട്ടത്. അതായത് ബാക്കിൽ പെട്ട് കിടക്കണ സാധനം അതൊരു കണക്കിനാണ് കടത്തി വിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള അവസ്ഥകളാണ്.